അതെ, പി കെ ഷിബു ആണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്ലാൻസ് സാറിന്റെ വലം കൈ. ഇന്ന് വരാൻ പറയില്ലല്ലോ. അതായത് സാറിന്റെ മെനു എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അതല്ല, ദിനചര്യകൾ. ഓൾറെഡി സാറിന് ഇന്ന് 4 പ്രോഗ്രാം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇന്ന് വരാൻ പറയില്ലെന്ന്. സാറിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് മൊത്തം ഈ പി കെ ഷിബു അല്ലേ? എന്ന് വെച്ചാൽ ഓൾ ഇൻ ആള്. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ശരി. പ്രസിഡന്റ് ഞങ്ങളോട് കൊണ്ട് വരാൻ പറഞ്ഞേ. നിങ്ങളെ അല്ല, മൂപ്പരോടെ. ഞാൻ കാതരം പറ്റും പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്ത. സാറിനെ കൊണ്ട് വിളിപ്പിച്ച് കാണണമെന്ന് പറഞ്ഞു. എന്തായാലും പ്രശ്നം അതെനിക്കറിയില്ല. മാറ്റർ സാറിനെ അറിയാം. അല്ല, അങ്ങനെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ. എന്തായിരിക്കും? അല്ല, നിങ്ങൾക്ക് വല്ല സ്വത്ത് തർക്കമോ വണ്ടി കേസോ അതിർത്തി തർക്കമോ എന്തെങ്കിലും കാണുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. മൂപ്പരങ്ങനത്തെ വലിയ പ്രശ്നം അല്ല, ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം? അയ്യോ, ഞാനും എന്റെ ഭാര്യ എന്ന് പറയാം മേഡ് ഫോർ ഈച്ച് അതർ അല്ലേ. എന്റെ പേര് പോലും അവളെ ധരിച്ചു പിടിക്കും. പിന്നെന്തോ വിളിക്കുന്നത്? കാതൂത്. നീ കേട്ടിട്ടുണ്ടല്ലേ? അത് ശരി. അന്നേരം നിങ്ങളെ നിങ്ങളുടെ ഭാര്യ എന്തോ വിളിക്കുന്നതെന്ന് ഏറത്തിന് മാത്രമേ അറിയാവൂ. നിങ്ങൾ അമ്മാരി വർത്താൻ പറയട്ടോ. ഞാൻ എർത്തല്ല, ഞാൻ കൺട്രോളറാ. നിങ്ങൾ കണ്ടില്ലേ 2 ഫോണൊക്കെ ആയിട്ട് നടക്കണേ ഞാൻ. എന്നാലും എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടില്ല. എന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്നാ ഞാൻ ആലോചിക്കും. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കൊണ്ട് ചിലപ്പോൾ തിരക്കാതിരിക്കാനായിട്ടായിരിക്കും. ആയിരിക്കും. അമ്മ അതിന് പ്രശ്നമൊന്നും സാറിന്റെ അടുത്ത് എടുക്കില്ല. സാർ അങ്ങനെയുള്ള ആളെ അല്ല. എങ്ങനെയുള്ള ആളല്ല? എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് പോകുന്ന ഏർപ്പാടിനൊന്നും സാറ് നിൽക്കുന്നില്ല. കാശ് ഉണ്ടാക്കാനാ സാറിന് ഇൻട്രസ്റ്റ്. ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, എനിക്ക് താല്പര്യമുണ്ട്. എന്ത് കാശ് ഉണ്ടാക്കാൻ? അല്ല, സിനിമയിൽ അഭിനയിക്കാനേ. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ കോലം കണ്ടില്ലേ? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? സിനിമയിൽ അത്യാവശ്യം അഭിനയിക്കണമെങ്കിൽ ഒരു ലുക്കെങ്കിലും വേണ്ടേ? അത് ശരി. അന്നേരം ലുക്കിലാണ് കാര്യമില്ലേ? അന്നേരം എനിക്ക് ലുക്കൊന്നും ഇല്ലെന്ന് അറിയാം. അന്നേരം നിങ്ങൾ ഈ ലുക്ക് വെച്ചോണ്ടാന്നോ നിങ്ങൾ തിരക്കഥയൊക്കെ എഴുതുന്നത്? ലുക്കിലല്ലോ കാര്യം, വർക്കിലല്ലേ കാര്യം. അതാ ഞാൻ പറഞ്ഞ വർക്കിലാണ് കാര്യം. അന്നേരം എനിക്കൊരു വേഷം ഇടയ്ക്കൂടെ. ഈ താടി കത്തുന്ന സമയത്ത് വീഡിയോ എത്തിക്കാൻ നോക്കല്ലോ കേട്ടോ. ഞങ്ങൾ ഇതൊന്ന് തീർപ്പാക്കട്ടെ ആദ്യം. അല്ല, ഇത് തീർപ്പാവും. സാറിന്റെ അടുത്തെത്തുന്ന ഏത് പ്രശ്നവും തീർപ്പാവും. അത് നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടാത്തതേ. എന്നെ എന്തിനാ വിളിപ്പിച്ചെന്നാ? മൂപ്പർ അങ്ങനത്തെ പ്രശ്നക്കാരനല്ല കേട്ടോ. അത് ശരി. ഒരു കാര്യം ഇപ്പൊ അവിടെ ഒരു പ്രശ്നം തീർപ്പായിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാറിനെ കാണാം. അരമണിക്കൂർ ഞാൻ കണ്ട ടെൻഷൻ അടിക്കണമല്ലേ. എന്നാലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്. അല്ലപ്പോ എന്റെ ഒരു ആലോചന എന്താണെന്നറിയോ, ഈ പ്രസിഡന്റ് മുമ്പൊക്കെ ഒരു പ്രശ്നമാവുമോ? ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പ്രസിഡന്റ് ഇല്ലേ? ഉണ്ട്, കാണാൻ അരമണിക്കൂർ വൈകും. അഞ്ചു, നീ എന്താടി ഇവിടെ? എനിക്കിവിടെ വന്നൂടെ? എനിക്കിവിടെ വന്നൂടെ? കാര്യമുണ്ട്, അകത്ത് പറഞ്ഞോളാം. ഇതെന്റെ ഭാര്യ മഞ്ജു. അല്ല, കാണാൻ നല്ല മൊഞ്ചുള്ള നിങ്ങളെ മോന്തിയും തപ്പൊക്കെ പാടെ അവന് കുത്തി പടമാരിക്കണത്. എന്തിനാ അങ്ങോട്ട് വന്നേന്ന് പറ. കാര്യമുണ്ട്, അത്ര തന്നെ. കാര്യമുണ്ടെന്ന്. എന്ത് കാര്യം? അത് കാര്യമുണ്ട്. അല്ല, തിരക്കഥാകൃത്തല്ലേ പറഞ്ഞേ ഭാര്യയായിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഭരണപക്ഷം പ്രതിപക്ഷം ഇരിക്കുന്ന പോലെ ആണല്ലോ ഇരിക്കുന്നത്. അല്ല, അത് പിന്നെ ഈ ചട്ടയും കലോ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇത് നമ്മളെ വീടല്ല, വേറെ വീടാണ്. കാതറ സാറേ, ഇപ്പൊ ഏതാണ്ട് ചിത്രം മനസ്സിലായി. അല്ല, ഈ കനകം മൂലം കാമിനി മൂലം കലകം പലവലം പലപല മുലയിൽ എന്നാണല്ലോ. അത് തന്നെ. ഈ ആൾക്കാരെ കൊണ്ടുവന്ന് പറയിപ്പിക്കാൻ നീ പറ. നീ എന്തിനാ ഇവിടെ വന്ന്? എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. നീ ആരെ കാണാൻ വന്നു? ഞാൻ പലരെയും കാണാൻ വരും. നീ പലരെയും കാണാൻ വന്നിട്ട് കണ്ണിയാ കുത്തി പിടിക്കും. പറഞ്ഞല്ലോ, വേറെ വീടാണെന്ന് നോക്കത്തില്ല. നമ്മളെ വീടല്ല. ഇവിടെ കിടന്ന് അടി കൂടരുത്. എനിക്ക് സമൂഹത്തിന് വിലയൊക്കെ ഉള്ളത്. നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഇവിടെ ഒരു പരിഹാരമുണ്ട്. സാറിന്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു മിനി പോലീസ് സ്റ്റേഷൻ, ഒരു കോടതിയും കൂടെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മതി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഇല്ലെന്നേ. അകത്ത് ഇപ്പൊ എന്ത് ചർച്ച നടക്കുന്നത്? സഖാവ് പറഞ്ഞിട്ടാ ഞാൻ എന്റെ ഹോട്ടലിനെ 4 സ്റ്റാർ ആക്കിയത്. അറിയാം സഹദേവ. എല്ലാം കൂടെ എത്രയായി? 80 ലക്ഷം രൂപയായി. 80 ലക്ഷം രൂപ. നീ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് തന്നെ എത്ര? 10 ലക്ഷം. 90 മൈനസാണ്. എനിക്കറിയാം, ഈ പ്രശ്നങ്ങൾ അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇതേപോലെ എല്ലാ ബാർ മുതലാളിമാരും 10ഉം 5ഉം 15ഉം 20ഉം ഒക്കെ തന്നു. നിന്റെ ഒരു കാര്യം നീ സമ്മാനിക്ക്. നീ ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് നിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ബാർ അല്ലെങ്കിൽ ഈ ബാറുകാർക്കെല്ലാം കൂടെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് തരാനുള്ള സംഭവം നോക്കാം. എനിക്കിപ്പം ലൈസൻസ് കിട്ടാൻ സാധ്യത ഉണ്ട്. തരാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എടുത്ത് ചാടി ഇപ്പം ചെയ്യാൻ പറ്റില്ല. സഖാവ് വലിയ ബുദ്ധിമുട്ടിലാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുത്താൽ. റെഡിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, റെഡിയാക്കാം. ശരി സഖാവ്. ആ ശരി, ഓക്കെ. സാർ അവർ വന്നിട്ടുണ്ട്. ആര്? അല്ല, കുടുംബ പ്രശ്നം, സിനിമാക്കാരനും ഭാര്യ. വരാൻ പറ. ഓക്കെ സാർ. ആ. മഞ്ജു, എന്താ പ്രശ്നം? ഇനി മഞ്ജു, എന്നോടൊന്നും മിണ്ടണ്ട. നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഫുക്രി കാണിച്ചു തരാം. എന്തോന്ന്? ജയസൂര്യയുടെ ഫുക്രി സിനിമ കാണിച്ചു തരാം. എനിക്ക് നിങ്ങളുടെ ഒരു കോക്കറിയും കാണണ്ട. ഒരു കാര്യം ചെയ്യ്, കഴിഞ്ഞ ആഴ്ച നീ ഒരു സാരിയുടെ കേസ് പറഞ്ഞില്ലേ, വാ കയ്യോടെ നമുക്ക് അത് എനിക്ക് നിങ്ങളുടെ മേടിക്കാം. സാരി വേണ്ട, ഒന്നും വേണ്ട. എടി, ഞാൻ എന്ത് ചെയ്തു? ചെല്ലാൻ പറഞ്ഞു. ഉയ്, തള്ളി. സാറേ, ഇതൊരു വേഷം. ഓ, തലപ്രാന്തെടുത്തിരിക്കുമ്പോഴോ വേഷമല്ല, വിഷമാണ് തരേണ്ടത് ഇയാൾക്ക്. പോ. മനുഷ്യന്